ഇവന്റെ കയ്യിലെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന വാച്ച് കടലിൽ പോയി. അവൻ ഉടനെ അത് കണ്ടെത്താനായി മുങ്ങിയെത്തിയെങ്കിലും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു അമൂല്യരത്നം കണ്ടെത്തി. ഇത്തരം കല്ലുകൾക്കടുത്ത് സാധാരണയായി നിധിശേഖരമുള്ള കപ്പൽ കാണുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ കരയിൽ വന്ന് സുഹൃത്തുക്കളോട് ഈ വിവരം പറഞ്ഞു. എല്ലാവരും ആവേശഭരിതരായി നിധി തിരയാൻ തയ്യാറെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അലക്സിന് മണലിൽ എന്തോ തടഞ്ഞു. അത് മാറ്റിനോക്കിയപ്പോൾ വജ്രങ്ങൾ പതിച്ച ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു കത്തിയാണ് കണ്ടത്. ആ കത്തി കണ്ട് അലക്സ്, നമ്മൾ പെട്ടെന്ന് തന്നെ കോടീശ്വരന്മാരാകും എന്ന് ചിന്തിച്ചു. അവർ ഊർജ്ജസ്വലരായി നിധി തിരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ പ്രവർത്തിച്ചു തുടങ്ങി. വലിയ എന്തോ ഒന്ന് അവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അലക്സ് മണൽ മാറ്റി നോക്കിയപ്പോൾ പഴയ ഒരു പീരങ്കിയാണ് കണ്ടത്. അത് ഉയർത്താനായി അവർ കയറുകൾ കെട്ടി എയർബാഗുകൾ ഉപയോഗിച്ച് പൊക്കാൻ ശ്രമിച്ചു. അത് കപ്പലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കോസ്റ്റ് ഗാർഡ് വരുന്നത് ലിസ കേട്ടു. അവൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി, ഇപ്പോൾ മുകളിലേക്ക് പോകരുത്, പോലീസ് വന്നാൽ നിധി മുഴുവൻ പിടിച്ചെടുക്കും. അലക്സ് എയർബാഗിലെ കാറ്റ് കളയാൻ സിഗ്നൽ നൽകിയെങ്കിലും അബദ്ധവശാൽ എല്ലാ ബാഗുകളുടെയും അടപ്പുകൾ തുറന്നുപോയി പീരങ്കി അതിവേഗം താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഒരാളെ അത് വലിച്ചിഴച്ചു താഴെയിട്ടു. അയാളുടെ കൈ പീരങ്കിക്കടിയിൽ കുടുങ്ങിയതാണ് യഥാർത്ഥ അപകടം. കൃത്യസമയത്ത് അലക്സ് പീരങ്കി അല്പം മാറ്റി അയാൾ കൈ പുറത്തെടുത്തു. എന്നിട്ട് അവർ കപ്പലിലേക്ക് തിരിച്ചുപോയി.